ഹലോ. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഷാർജയിലേക്ക് ചെറിയൊരു സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. ആ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. കുട്ടികൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസം ഹസ്ബൻഡിന് ജോലിയുടെ ആവശ്യമായിട്ട് ദുബായിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ശനിയാഴ്ച. അപ്പോൾ ഞങ്ങളെയും കൂടെ കൂട്ടിയതാണ്. ജോലിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എവിടെയെങ്കിലുമൊക്കെ കറങ്ങി വരാമെന്ന് പ്ലാൻ ചെയ്ത് പോയതായിരുന്നു. പക്ഷേ പ്ലാനൊക്കെ തെറ്റിക്കൊണ്ട് ജോലിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി 10 മണിയോളമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊരു റൂം എടുത്ത് നിൽക്കാമെന്ന് പ്ലാൻ ചെയ്തതാണ്. ദുബായിൽ റൂം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര പ്രൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ അർദ്ധരാത്രിയൊക്കെ അവിടെ റൂം എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ അത്രയും ക്യാഷ് കൊടുത്ത് നിന്നിട്ട് തിരിച്ച് പോന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഷാർജയിൽ കുഴപ്പമില്ലാത്തൊരു റൂം എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു റൂം കിട്ടിയപ്പോൾ അത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു. കയറി വരുന്ന ഭാഗത്ത് കുഴപ്പമില്ലാത്ത വലുപ്പത്തിലൊരു ലിവിങ് ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കിച്ചൺ ഉണ്ട്. ഞങ്ങൾക്ക് ഇതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 3-4 ദിവസം നിൽക്കുന്നവരാണെങ്കിലുള്ള ഇതൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ ബാത്റൂം, പിന്നെ അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് സ്വിമ്മിംഗ് പൂള് കാര്യങ്ങൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ സ്റ്റേ ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ ഇതാണ് കേട്ടോ. ഭയങ്കര സംഭവമായിട്ടുള്ള വ്യൂ ഒന്നുമില്ല. പിന്നെ സാധാരണ ഒരു വ്യൂ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആ ഒരു ഹോട്ടലിൻ്റെ ക്യാഷിൽ ഡിന്നർ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. പിന്നെ കുഴപ്പമില്ലാത്തൊരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ജസ്റ്റ് അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ കണ്ടു. എന്നിട്ട് പിന്നെ നേരെ ഞങ്ങൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ രാവിലെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ പുറത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. പിന്നെ ദൂരെയായിട്ട് കടൽ കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു കനാലോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. കടലിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന കുറച്ച് ഏരിയ, അവിടെ ആയിട്ട് ബോട്ടൊക്കെ പോകുന്നുണ്ട് അതിലൂടെ. അതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ കടലിലായിട്ട് ഇങ്ങനെ ഷിപ്പൊക്കെ നിൽക്കുന്നത് ദൂരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നോക്കുമ്പോഴും ഏകദേശം ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. ഈ നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ നിന്ന് കണ്ടില്ലേ, ആ ഒരു വ്യൂ തന്നെയാണ് ഇവിടെ നിന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. താഴേക്ക് പോയാലാണ് അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഭക്ഷണം കഴിച്ച് വന്ന ശേഷം മക്കൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അവർക്കിങ്ങനെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ സ്വിമ്മിംഗ് പൂൾ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോകുന്ന വഴിയിലായിട്ട് ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ ഫ്രീ ആയിട്ടുള്ള ജിമ്മുണ്ട്, നമുക്ക് അവിടെ നിന്ന് പോയിട്ട് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കി. ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാൽ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിനൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട്. അതുകൊണ്ടായിരിക്കാം ആരും വരാത്തത്.
പിന്നെ ഇപ്പം എന്താ പള്ളിയുടെ പോലെ ദൂരെയായിട്ട് കാണുന്നില്ലേ, അതാണ് കേട്ടോ ഷാർജ മ്യൂസിയം. അപ്പം നമുക്കിനി ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതും കൂടെ ഒന്ന് പോയിട്ട് കാണാം. ഇത്ര അടുത്തല്ലേ, അപ്പം നമുക്ക് അതും കൂടെ കാണാം. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പിന്നെ മാക്സിമം ടൈം അവിടെ നിന്നിട്ട് വേഗം തിരിച്ചു പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 12 മണിയാകുമ്പോഴേക്കും നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അങ്ങനെ പിന്നെ ഞാനും ഹസ്ബൻഡും സാധനങ്ങളെല്ലാം വീട്ടിൽ വന്നിട്ട് പെറുക്കി വെച്ച് അങ്ങനെ എല്ലാ ഭാഗവും ചെക്ക് ചെയ്യാണ് കേട്ടോ. നമ്മളെന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെന്നൊക്കെ. നമ്മളെല്ലാം എടുത്ത് വെച്ചാലും ചിലപ്പം മക്കൾ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് തിരിച്ചു വരാനും ബുദ്ധിമുട്ടല്ലേ നമുക്ക്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഈ റൂമിനോട് ബൈ ബൈ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു സ്റ്റേക്കേഷനായിരുന്നു. അങ്ങനെ നമ്മളിനി ഇവിടുന്ന് തിരിച്ചു പോവാണ്. നമുക്ക് ഇനി ഷാർജ മ്യൂസിയം കൂടെ കാണാം കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ ഷാർജ മ്യൂസിയത്തിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അത് കണ്ടിട്ട് പോയാൽ മതി എന്ന് ഇങ്ങനെ പറയായിരുന്നു. അതുകൊണ്ട് പിന്നെ അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. വേറെ ഏതൊക്കെ മ്യൂസിയം കാണണ്ടേ? ദുബായിത്തെ. പിന്നെ ഏതൊന്ന് കാണണ്ട്? തേർഡ് വണ്ണ് എവിടത്തെയാണ്? അബുദാബിയിലെ ഏത് മ്യൂസിയം? അത് കാണണം എനിക്ക്. എന്നിട്ട് അത് കണ്ടായി മാർക്ക് ചെയ്യൂലേ വീട്ടിൽ പോയിട്ട്? ശരി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കാം. അപ്പോൾ എല്ലാവരും കാണാം. ബൈ ബൈ.